Wherever you are, you can place your enquiry and forget it. എന്നൊരൊറ്റ കോൺസെപ്റ്റാണ് പറയുന്നത്. ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്യുക, നിങ്ങൾ അത് മറന്നു കളയുക, നിങ്ങളുടെ എക്സ്ട്രാ ഇൻകം, നിങ്ങളുടെ പാസീവ് നിങ്ങളുടെ അക്കൗണ്ട് എത്തിയിരിക്കും. 2500 രൂപ മാത്രം, 2500 രൂപ മതി. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആക്കാതെ ഇനി അതല്ല, അപ്പൊ കസ്റ്റമർ പറയാണ് എനിക്ക് ഇന്ന കമ്പനിയുടെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തുണ്ട്. നാളത്തെ കാലഘട്ടത്തിൽ ഏതൊരു സെഗ്മെന്റിലേക്കും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഏതൊരു പാരന്റും ഇന്ന് കൺസേൺ ആണ് ഈ കുട്ടിയെ എന്താണ് ആ കുട്ടി എന്ന് കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ ആ കുട്ടീനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും. സോ ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം പിന്നെ നമുക്ക് മനസ്സിലാവും, വിദ്യാർത്ഥികൾക്ക് പറ്റും, വീട്ടമ്മമാർക്ക് പറ്റും, ഏത് കാറ്റഗറി നമ്മൾ പറയുന്നില്ല. പ്രഷർ ഉള്ള സംഭവമില്ല, പ്രഷറില്ല. ഏത് സാർ ഇപ്പൊ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഹൈ പ്രഷറാണ്. കാര്യം സിമ്പിൾ ആണ്. സിമ്പിൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് നല്ലൊരു പാസീവ് ഇൻകം നമുക്ക് കൊടുക്കാൻ പറ്റും, ഓഫർ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളത് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, സ്വന്തമായൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പക്ഷെ സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫോർമാലിറ്റീസ്, അതുപോലെ തന്നെ ഒരുപാട് എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. എന്നാൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചെറിയ മുതൽ മുടക്കിൽ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നല്ല സ്കോപ്പുള്ള ബിസിനസ് അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാൻ, ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ അതിൻ്റെ എല്ലാമായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. ഹായ് സർ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്കറിയാം ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകൾ വൈറ്റ് കോളർ ജോബിനേക്കാൾ കൂടുതലായിട്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ. അപ്പോൾ അവരെല്ലാവരും അന്വേഷിക്കുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കോപ്പുള്ള ബിസിനസ് അവസരങ്ങളാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ബിസിനസ് എനിക്ക് തോന്നി ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ബിസിനസ്സാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്നിൽ അർപ്പിതമായിട്ടുള്ളൊരു കർത്തവ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുക, ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. എൻ്റെ പേര് വിനീത് പാലാട്ട്, പാലക്കാട് പട്ടാമ്പിയാണ് സ്വദേശം. ഏണക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ നമ്മുടെ പ്രോജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫോളോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. സോ ഏണക്സ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ്. മൾട്ടിപ്പിൾ സർവീസുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. സോ ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ കണ്ട വീഡിയോയിൽ നിന്നും ഞാൻ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അവിടെ മിസ്റ്റർ ജലീൽ സർ പറഞ്ഞിട്ടുള്ള പോയിന്റ്, ഇന്നിപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ 140 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ 10% ജനങ്ങൾ മാത്രമാണ് 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങുന്നുള്ളൂ എന്നുള്ളൊരു ഇൻഫർമേഷൻ കേട്ടപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി പോയിട്ടുണ്ടായിരുന്നു കാര്യം. കാരണം അതിന് 90% ജനങ്ങളും 25,000 രൂപയ്ക്ക് താഴെയാണ് വരുമാനം നേടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കണം എന്നാണ് എല്ലാവരുടെയും ചിന്താഗതി. കാരണം വരുമാനം കൂട്ടുക എന്നല്ല, ചെലവ് കുറയ്ക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ള. ആകെ വഴി നമുക്ക് വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ വരുമാനം കൂട്ടാൻ ഏത് ജോലി ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് പാർട്ട് ടൈം ആയി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ വരുമാനം കൂട്ടാൻ അഡീഷണൽ ഇൻകം സോഴ്സ് വേണം. ജോലിയിൽ എക്സ്ട്രാ ഇൻകം കിട്ടണമെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്ത് ഇൻസെന്റീവ് നേടാം. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിന് ഉത്തരമായിട്ടാണ് ഇന്ന് ഏണക്സ് ഇന്ത്യ നമ്മുടെ മുന്നിൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ
ഏതൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതൊരു ജോലിയുടെ കൂടെ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഏണക്സിന്റെ നമ്മുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു ഒരു ഹാഷ് ടാഗ് പോലെ പറയുന്നത് വേറെവർ യു ആർ പ്ലേസ് യുവർ എൻക്വയറി എന്നാണ് നമ്മൾ പറയുന്നത്. വേറെവർ യു ആർ യു ക്യാൻ പ്ലേസ് യുവർ എൻക്വയറി ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് എന്നൊരൊറ്റ കോൺസെപ്റ്റാണ് പറയുന്നത്. ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്യുക, നിങ്ങൾ അത് മറന്നു കളയുക, നിങ്ങളുടെ എക്സ്ട്രാ ഇൻകം നിങ്ങളുടെ പാസീവ് നിങ്ങളുടെ അക്കൗണ്ട് എത്തിയിരിക്കും. ഇതാണ് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഒരു ഹാഷ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ സർ, ആക്ച്വലി എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്? നമ്മളെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 6ഓളം സർവീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഏണക്സ് ഇന്ത്യ ഡിജിറ്റൽ ആപ്ലിക്കേഷനിൽ ഏകദേശം 6 സർവീസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഷുറൻസ് സെഗ്മെന്റ് ആണ്. ഇന്ന് ഏതൊരു വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ സെഗ്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 6 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ലൈവ് ആയിട്ടുണ്ട്. സ്മാർട്ട് ക്യൂ സർവീസസ് എന്ന നമ്മുടെ മദർ കമ്പനിയുടെ ബ്രാൻഡിൽ 6 വർഷമായി നമ്മൾ മാർക്കറ്റിൽ ഏകദേശം 7ഓളം ഫ്രാഞ്ചൈസികളുമായി കേരളത്തിൽ നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്ടിന്റെ ഒരു പുതിയ പ്രോഗ്രാം ആയിട്ട് സെക്കൻഡ് വെഞ്ചർ ആയിട്ടാണ് നമ്മൾ ഏണക്സ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ആൾക്കാരുമായിട്ട് ഈ സ്മാർട്ട് ക്യൂം അതേപോലെ ഏണക്സും എന്താണെന്നുള്ളത്. ഇപ്പോൾ സ്മാർട്ട് ക്യൂ സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് മാത്രമായിട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ഡെപ്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. സോ ഈ ഒരു ഡെപ്തിൽ നമുക്ക് 3 ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് നമ്മളെ കമ്പനി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് പ്രൊമോട്ടർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, ഒന്ന് ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ടാവാം, ഒന്ന് സർവീസ് പ്രൊവൈഡർ ആയിട്ടാവാം. സോ മുന്നത്തെ കോൺസെപ്റ്റ് നമുക്ക് ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. വാക്കിംഗ് കസ്റ്റമേഴ്സിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ പ്രൊമോട്ടർ ആയി കഴിഞ്ഞാലും ഫ്രാഞ്ചൈസി ആയി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പിന്നെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു പ്രൊമോട്ടർ ആവണം എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ സർവീസ് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഇൻഷുറൻസ്. അപ്പോൾ ഈ ഏത് കമ്പനികളുടെ ഇൻഷുറൻസ്, ഇന്ത്യയിലുള്ള ഏത് കമ്പനികളുടെ ഇൻഷുറൻസ് വേണമെങ്കിൽ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു കസ്റ്റമറോട് ഒരു ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നു പറയുന്നില്ല, നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കാം. അത് അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ ചില ഏരിയകളിൽ ചില കമ്പനികളുടെ ഇൻഷുറൻസ് ആയിരിക്കും ഏറ്റവും മൂവ്മെന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചില ഇൻഷുറൻസ് കമ്പനികളായിരിക്കും ഏറ്റവും സർവീസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കസ്റ്റമർ എൻക്വയറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നിയർ ബൈ ഏത് ഇൻഷുറൻസ് ആണോ ബെറ്റർ സർവീസ്, അവിടെ ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് നടന്നിട്ടുള്ള ഏതാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റും. ഇനി അതല്ല, അപ്പൊ കസ്റ്റമർ പറയാണ് എനിക്ക് ഇന്ന കമ്പനിയുടെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 6 വർഷമായി ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഏജൻസികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഈ സർവീസ് മുഴുവൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് ഇൻഷുറൻസ് പാക്കേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഇൻഷുറൻസ് സെഗ്മെന്റിലേക്ക് വരുന്നത്. സെക്കൻഡ് സെഗ്മെന്റ് നമുക്ക് ലോൺസ് ആണ്. സ്മാർട്ട് ഫിൻ സർവീസസ് എന്ന ബ്രാൻഡിങ്ങിലാണ് നമ്മൾ ലോൺസ് മൊത്തം കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ഷെഡ്യൂൾഡ്, നാഷണലൈസ്ഡ്, NBFC, നോൺ NBFC തുടങ്ങി എല്ലാ സെഗ്മെന്റുകളിലെ ലോൺ സർവീസും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോർമലി ഇപ്പൊ മാർക്കറ്റിൽ പലർക്കും പല കമ്പനികളുടെയും പ്ലാറ്റ്ഫോം പലരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ടാർഗറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, ഡോക്യുമെന്റേഷൻ ചെയ്യണം, എല്ലാ പ്രോസസ്സും ചെയ്യണം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഏത് ലോൺ സർവീസ് ആണെങ്കിൽ പോലും ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്യാം. ഇപ്പൊ സാർക്ക് ഒരു ലോൺ എൻക്വയറി വന്നു, സാറോട് ഞാൻ ചോദിക്കും സാർക്ക് ലോൺ വേണോ? സാർ പറയാം എനിക്ക് ഹോം ലോൺ വേണം. സാറ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ബാക്കി എല്ലാം അതിന്റെ ഡെഡിക്കേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് സാറിനെ വിളിക്കുന്നതും ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്നത്, ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഫുൾ സപ്പോർട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് സാർ സപ്പോർട്ട് ചെയ്തു വരും. അപ്പൊ ഈ തരത്തിൽ ഒരു ഫ്രീലാൻസ് ആയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നോ ടെൻഷൻ, ഒരു ടാർഗറ്റ് ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പാർട്ട് ടൈം ആയി ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഹാഷ് ലൈൻ പറഞ്ഞത് വേർ യു ആർ യു ക്യാൻ പ്ലേസ് യുവർ ഓർഡർ എന്നാണ് നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റി. സോ നമ്മൾ ഇൻഷുറൻസ് ലോണിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമതായി നമ്മൾ ചെയ്യുന്ന സെഗ്മെന്റ് ആണ് സ്മാർട്ട് ക്യൂ എജു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എജു സൊല്യൂഷൻസ് ഇന്ത്യയിലും വിദേശത്തും ഏത് കോഴ്സിലേക്കും വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒരു 5 മാസത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കോളേജിലേക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബിടെക്, MBBS, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പല കോഴ്സുകളിലേക്കും. ഇനിയിപ്പോ നമുക്കറിയാം ഇപ്പോൾ റിസൾട്ട് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ വന്നതിന് ശേഷം നമ്മൾ വീഡിയോ കണ്ടതിന്റെ കുറെ പേർക്ക് നമുക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അവിടെയും അവർ ചെയ്യുന്നത് എന്താണ്, ഇപ്പൊ സാർക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ സാറ് ലീഡ് മാത്രമേ തരേണ്ട ആവശ്യമുള്ളൂ. പാരന്റ്സിനെ കോളേജ് വിസിറ്റ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ
ഫീസ് സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ എല്ലാം നമ്മുടെ ഡെഡിക്കേറ്റഡ് ടീമുകളുണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് വർക്കിന്റെ ഇടയിലും ഒരു എൻക്വയറി കിട്ടിയാൽ പ്ലേസ് ചെയ്യുക. ഇത്രയും നമ്മൾ ഇതാണ് നമ്മുടെ തേർഡ് സെഗ്മെന്റ് ആയ എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് സെഗ്മെന്റ്. നാലാമത്തെ ഒരു മെയിൻ സെഗ്മെന്റ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സെഗ്മെന്റ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോന് ശേഷമാണ് ഈ പ്രൊജക്റ്റുമായി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. കോമ്പസ് നൗ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഇന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ കൺസേൺ ആണ്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൺസേൺ ആണ് 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ എന്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഏത് കോഴ്സിലേക്ക് വിടണം. ഇന്ന് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ പാരന്റ് പറയുകയാണ് ഇന്ന കോഴ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റുഡന്റ് പറയാണ് എന്റെ സുഹൃത്ത് ഇന്ന കോഴ്സ് എടുക്കുന്നത്, ഞാൻ അതിലേക്കാണ് പോകുന്നത്. തേർഡ് സെഗ്മെന്റ് എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. ഇന്ന കോഴ്സ് പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ ഇതിനൊക്കെ പോകുമ്പോൾ ആ കുട്ടിക്ക് ആ കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ ആരും അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. താല്പര്യം അനുസരിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി NLP അടിസ്ഥാനമാക്കിക്കൊണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടക്കുന്ന ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ആണ് കോമ്പസ് നൗ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഏകദേശം 6 വർഷത്തെ റിസർച്ച് ഫലമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. പ്രോജക്റ്റിൽ 21ഓളം ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലുള്ള സയന്റിസ്റ്റുകൾ, ന്യൂറോ സർജൻസ്, ന്യൂറോ സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ 21 ടീമുകളുടെ റിസർച്ചിന്റെ ഫലമാണ് ഈ ഒരു പ്രോജക്റ്റ്. ഇത് ഇന്ത്യൻ ബേസ്ഡ് ആണോ? അല്ല, ഇന്ത്യൻ ബേസ്ഡ് അല്ല. ബാംഗ്ലൂർ ബേസ്ഡ് ആണ് കമ്പനി. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജപ്പാൻ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ബാക്കപ്പ് ടീമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് 9 കൺട്രീസിൽ ഈ പ്രോജക്റ്റ് വർക്ക്. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണത്. ശരിക്കും ആവശ്യമല്ല, അത്യാവശ്യമാണ് സാർ പറഞ്ഞത്. നാളത്തെ കാലഘട്ടത്തിൽ ഏതൊരു സെഗ്മെന്റിലേക്കും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ഏതൊരു പാരന്റും ഇന്ന് കൺസേൺ ആണ് എന്റെ കുട്ടി എന്ത് പഠിപ്പിക്കണം. അപ്പോൾ അതിനുള്ള പെർഫെക്റ്റ് ഉത്തരമാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ നല്ല കാലിബറുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ ടീച്ചേഴ്സിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും അവരെ ഗൈഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഗൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടിയുടെ കഴിവ് എന്താ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അവരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും എക്സാമ്പിൾ ആണ് ഇപ്പോ പല പാരന്റ്സും ഇപ്പൊ കാണുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും. നമ്മളെ കുട്ടികളെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. +2 കഴിഞ്ഞ് ഒരു കോഴ്സിനെ അറ്റൻഡ് ചെയ്തു, ആ കോഴ്സിലേക്ക് അവർ പോയി, കോഴ്സ് കഴിഞ്ഞു, ജോബിന് പോയി. ഒരു 3-6 മാസം കഴിഞ്ഞാൽ എനിക്ക് ജോബ് പറ്റുന്നില്ല, തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കോഴ്സ് എടുക്കുന്നു, അവിടെ ഇതേ റിപ്പീറ്റേഷൻ വരും. ചിലപ്പോൾ 4ാമത്തെയോ 5ാമത്തെയോ അറ്റംപ്റ്റിലാവും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആ കുട്ടിയെ കിട്ടുക. എന്തുകൊണ്ടാ ചോദിച്ചാൽ 5ാം സൊല്യൂഷനാണ് ആ കുട്ടിയുടെ കഴിവ്. ആ കഴിവിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ഈ 5 വർഷം പോകുന്നതും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പകരം ഈ കുട്ടിയെ എന്താണ് ആ കുട്ടി എന്ന് കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ ആ കുട്ടീനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും. ഇത് ഇന്ന് ഇന്ത്യയിൽ പ്രൂൺ ആയിട്ടുള്ള ഏകദേശം 9 കൺട്രീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്. 6 കൺട്രീസിന്റെ പാറ്റന്റ് എടുത്തിട്ടുള്ള പ്രൊജക്ട് ആണ്. NLP ബേസ് ചെയ്തിട്ട് ഇന്ന് വേൾഡിൽ തന്നെ വൺ ആൻഡ് ഓൺലി പ്രൊജക്ട് ആണ് കോമ്പസ് നൗ എന്ന് പറയുന്ന ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ്. ആ ഒരു പ്രോജക്ട് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ കമ്പനിയാണ്. ഈ കമ്പനി ത്രൂ ആണ് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രൊജക്റ്റും നമ്മുടെ ഈ ഒരു ANX ആപ്ലിക്കേഷൻ മുഖാന്തരം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊജക്റ്റായി വരുന്നത് ടാക്സേഷൻ ആണ്. ഇപ്പൊ സാർ പറഞ്ഞ GST, പ്രോജക്ട് റിപ്പോർട്ടുകൾ ഇന്നിപ്പോ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. കേരളം ഗവൺമെന്റ് അത്രയും സ്ട്രോങ് ആക്കി ലീഗലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ വലിയ സ്ട്രോങ് CA ടീം നമ്മുടെ കൂടെ ഉണ്ട്. സോ ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം പിന്നെ നമുക്ക് മനസ്സിലാവും, വിദ്യാർത്ഥികൾക്ക് പറ്റും, വീട്ടമ്മമാർക്ക് പറ്റും, ഏത് കാറ്റഗറി നമ്മൾ പറയുന്നില്ല. ഇന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇവരെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് 2 ദിവസം മുന്നേ നമുക്കൊരു എൻക്വയറി വന്നപ്പോൾ അവരോട് ഫുൾ പ്രൊജക്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സാർ ഇതിന് ട്രെയിനിങ് കിട്ടുമോ എന്നുള്ളത്. ഞാൻ അവരുടെ ഒറ്റ ചോദ്യം തിരിച്ചു വെച്ചുള്ളൂ, മാഡത്തിന് എന്തിനാണ് ട്രെയിനിങ്? കാരണം ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ്, ലോണ്, ഇനി കോളേജിനെ പറ്റി സ്റ്റഡി ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ടെസ്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യണ്ട, ടാക്സിനെ പറ്റി അറിയണ്ട, ഒന്നിനെ പറ്റി അറിയണ്ട. ഒരു എൻക്വയറി ഉണ്ടോ, ജസ്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടി പറയുകയാണ് എനിക്ക് +2 കഴിഞ്ഞ സീറ്റ് വേണം, ജസ്റ്റ് ആ ഡാറ്റ മാത്രം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരാൾ പറയും നമ്മളെ വർക്കിന്റെ ഇൻഷുറൻസ് കഴിയാറായി, ഓക്കെ
നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കും, നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വിളിക്കും. ജസ്റ്റ് എൻക്വയറി മാത്രം പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ. ബാക്കി എല്ലാ വർക്കും അതിന്റെ കോംപ്ലിക്കേഷൻസ്, ടെൻഷൻസ് എല്ലാം എടുക്കുന്നത് കമ്പനി ഡയറക്ടർ. കമ്പനി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന്. കാരണം wherever you are, you can place your order or place your enquiry. സർ, അപ്പോൾ നമുക്ക് ഈ കാറ്റഗറി പിന്നെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് അല്ലേ? ഇനി എനിക്കറിയേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് ബിസിനസ് എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും. ഇനി അവർക്ക് ഇതിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം, ഈ ഒരു ബിസിനസിന്റെ ഭാഗമാവാൻ കഴിയും എന്നുള്ളതാണ്. അതെ, ആ ഒരു പ്രോസ്പെക്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിനുള്ള പ്രോജക്റ്റുമായിട്ട് 3 തരത്തിലാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഇടയിൽ ഒന്ന് പറഞ്ഞു പോയെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് പ്രൊമോട്ടർ എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് നമുക്ക് വരുന്നത്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതൊരു ഭാഗത്ത് നിന്നുകൊണ്ടും അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അവർക്ക് ഒരു ടാർഗറ്റ് ഇല്ല, അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല, ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ അവർക്ക് കിട്ടുന്ന എൻക്വയറി നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ വീഡിയോ കഴിഞ്ഞ് ഈ 4 മാസത്തിനിടയ്ക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റിലെ പല ആൾക്കാരും മന്ത്ലി 10,000 മുകളിൽ ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവരാകെ ചെയ്യുന്ന വർക്ക് എന്താണ്? ഇപ്പോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്ക് എന്താണ്? ജസ്റ്റ് ആ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ജസ്റ്റ് പറയാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന എൻക്വയറി വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നു. അദ്ദേഹം മറന്നു കിടന്നു. നമ്മൾ ബിസിനസ് ഫോളോ അപ്പ് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടുന്നു. അദ്ദേഹം കാറിന്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്, മീൻസ് ആക്സറീസിന്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. കാറിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ലീഡ് മാത്രം അദ്ദേഹം കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ ലാസ്റ്റ് മന്ത് അദ്ദേഹത്തിന് നല്ലൊരു പേയ്മെന്റ് കൊടുക്കാൻ സാധിച്ചത് ഒരു വെഹിക്കിൾ ലോൺ ചെയ്തിട്ടാണ്. ആ കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ വേറെ വണ്ടി എടുക്കാൻ പോവാണ്, ലോൺ വേണം. ജസ്റ്റ് ആ ഡാറ്റ നമുക്ക് തന്നു, നമ്മൾ ക്ലോസ് ചെയ്ത് നല്ല റവന്യൂ അദ്ദേഹത്തിന് കൊടുത്തു. സോ ഏതൊരു വ്യക്തിക്കും അതാണ് നമ്മൾ ഏറ്റവും ബ്യൂട്ടി പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മളെ സുഹൃത്തിന് പ്രൊഡക്റ്റിനെ പറ്റി നോളജ് വേണ്ട, ലോണിനെ പറ്റി അറിയണ്ട, പ്രത്യേകിച്ചൊന്നും അറിയണ്ട. പിന്നെ നമ്മളെ കാണുന്ന ആളുകളോട് നിങ്ങൾക്ക് ലോൺ വേണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻഷുറൻസ് എടുക്കണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മക്കളുണ്ടോ, എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് വേണോ, അല്ലെങ്കിൽ ടാക്സേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം ചെയ്യേണ്ടതുണ്ടോ, ചോദിക്കുക. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പോസ്റ്റേഴ്സും ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഡെയിലി അവരുടെ സ്റ്റാറ്റസിലും സോഷ്യൽ മീഡിയയിലും ജസ്റ്റ് ഒരു എൻക്വയറി ഈ പോസ്റ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് വരുന്ന എൻക്വയറി നേരെ നമുക്ക് ഫോർവേഡ് ചെയ്യുന്നു ത്രൂ വെബ്സൈറ്റ്. അപ്പൊ ഈ പ്രൊമോട്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? പ്രൊമോട്ടർ ആവാൻ സാർ ഒന്നും വരുന്നില്ല. നമുക്ക് 2,500 rupees പ്ലസ് GST ആണ്. 2,500 രൂപ മാത്രം. 2,500 രൂപ മതി. അതുകൊണ്ടാണ് ഞാൻ സാർ പറയാൻ കാരണം ലാസ്റ്റ് ഇത്രയും മാസമായിട്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഈ പേയ്മെന്റ് ഡബിൾ ഉണ്ടാക്കി കഴിഞ്ഞു വരും. അപ്പൊ വെറും 2,500 രൂപക്ക് നല്ലൊരു ബിസിനസ്സിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു. അത് ഏത് ജോബ് ചെയ്യുന്ന ആൾക്കാർക്കും പാർട്ട് ടൈം ആയി ചെയ്യാം. പാസീവ് ഇൻകം ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഫ്രീലാൻസ് ആയി ചെയ്യാമെന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റ് ആയ ഫ്രാഞ്ചൈസ് സെഗ്മെന്റ് വരുന്നുണ്ട്. ഈ ഫ്രാഞ്ചൈസി അണ്ടറിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ആ ടീമിലൂടെ ആ ഫ്രാഞ്ചൈസിയിലേക്കും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടീമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരു പ്രൊമോട്ടർ ആണെങ്കിലും അതാത് ഏരിയയിലുള്ള ഫ്രാഞ്ചൈസിയിലേക്കായിരിക്കും റിപ്പോർട്ടിംഗ് പോകുന്നത്. സോ അതുകൊണ്ട് എന്താ ലോക്കൽ സർവീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു നമ്മുടെ പ്രൊമോട്ടർക്ക് ഒരു എൻക്വയറി വന്നു, പാലക്കാടിൽ എനിക്ക് തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം വെബ്സൈറ്റിൽ എൻക്വയറി പ്ലേസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഫ്രാഞ്ചൈസിയാണ് സർവീസ് ചെയ്യുക. ഇപ്പൊ പലർക്കുള്ള കൺസേൺ അതാണ്, പാലക്കാടുള്ള ഞാൻ ട്രിവാൻഡ്രത്തുള്ള സർവീസ് എങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതിവിടെ ഓട്ടോമേറ്റഡ് ആണ്, സിസ്റ്റമാറ്റിക്കലി ഓട്ടോമേറ്റഡ് ആണല്ല. സോ എൻക്വയറി പ്ലേസ് ചെയ്യുന്നു, നിയർ ബൈ ഫ്രാഞ്ചൈസിക്ക് എൻക്വയറി പോകുന്നു, നിയർന്ന് വിളിക്കുന്നു, ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്നു, സർവീസ് ചെയ്യുന്നു, ബിസിനസ് ക്ലോസ് ചെയ്യുന്നു. ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിലേക്ക് വരികയാണെങ്കിൽ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർക്ക് 2 തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറെ ആൾക്കാരാണ്, പക്ഷെ അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇപ്പോൾ NRI വന്ന ഒരുപാട് പേര് എന്തെങ്കിലും ജോബ് വേണം, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെന്ന് കാണുന്ന ഒരുപാട് പേര്. അവർക്ക് നമുക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവർക്ക് ഒരു ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളൊരു പാസീവ് ഇൻകം ഓഫർ ചെയ്യാണ്. നേരത്തെ പ്രൊമോട്ടേഴ്സിന് ജസ്റ്റ് ലീഡ് മാത്രം കൊടുത്തുകൊണ്ട് പാസീവ് ഇൻകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ഒന്ന് പാസീവ് ഇൻകം കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ കമ്പനി സംബന്ധിച്ചോളം വിത്തിൻ 2 years നമ്മൾ 10,000 ഡാറ്റാബേസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 10,000 ഡാറ്റാബേസും ഓരോ ഭാഗത്തുള്ള ഫ്രാഞ്ചൈസിന്റെ അണ്ടറിലായിരിക്കും ഓട്ടോമാറ്റഡ് പോയി പ്ലേസ് ചെയ്യാം. ഈ പ്ലേസ് ചെയ്യുമ്പോൾ ഇവർ കൊടുക്കുന്ന എൻക്വയറികൾ
ആ ഫ്രാഞ്ചൈസി ത്രൂ ആണ് നമുക്ക് എൻക്വയറി പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഈ നടക്കുന്ന വോളിയത്തിന്റെ 10% വരുമാനം ആ ഫ്രാഞ്ചൈസിക്ക് പാസീവ് ഇൻകം ആയിട്ട് കിട്ടും. ഓക്കെ റൈറ്റ് ഗുഡ്. അവർ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു വർക്കും ചെയ്യുന്നില്ല. ജസ്റ്റ് കമ്പനിയുടെ ഓതറൈസ് ഫ്രാഞ്ചൈസി ആയി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്ലി നല്ലൊരു ഇൻകം അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് അവരെന്താണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരുന്നത് 25,000 പ്ലസ് GST ആണ്. 25,000 രൂപ മാത്രം? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളാണ്, വലിയൊരു ബിസിനസ് ആണ് 25,000 രൂപക്ക് സെറ്റ് ചെയ്യാൻ പക്ഷേ പോകുന്നത്. 25,000 രൂപയ്ക്ക് സാറ് പറഞ്ഞ വലിയ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞൊക്കെ വളരെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് സർവീസും പ്രോഡക്റ്റും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നാളെ നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റ് പറയാൻ പോകുന്ന സർവീസ് പ്രൊവൈഡർ ഇതിലേക്ക് വരുമ്പോൾ സാർക്ക് മനസ്സിലാവും. ഓക്കെ, സോ എല്ലാ സർവീസും ആഡ് ചെയ്തുകൊണ്ട് ഈ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒറ്റ രജിസ്ട്രേഷൻ കോസ്റ്റിൽ നമുക്ക് എല്ലാ സർവീസും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ മറ്റു ഏത് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഓരോ സെഗ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോട്ടർ ആവണം, അതിന് ട്രെയിനിങ് എടുക്കണം, വേണ്ടേ? ഇവിടെ നമ്മൾ കമ്പനി എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ സാർക്ക് ചെയ്യാൻ പറ്റും. അതിനെ പറ്റി പഠിക്കണ്ട. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. 2 സെഗ്മെന്റ് നമുക്ക് ഫ്രാഞ്ചൈസിയിലുണ്ട്. ഒരു സെഗ്മെന്റ് ജസ്റ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കമ്പനി ചെയ്യുന്ന പ്രൊമോട്ടേഴ്സിന്റെ പാസീവ് ഇൻകം അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, അവർ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അവർ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന പേയ്മെന്റ് 3 months കൊണ്ട് തന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, കമ്മിങ് ഡിസംബറിൽ നമ്മളൊരു ഒഫീഷ്യൽ ലോഞ്ചിങ് കണക്കൂട്ട് ചെയ്തിട്ടുള്ളത് കമ്മിങ് ഡിസംബറിലാണ്. 100 ഫ്രാഞ്ചൈസീസ് ആണ് കമ്പനി ടാർഗറ്റ്. 100 ഫ്രാഞ്ചൈസീസിന്റെ ഒരു മാസ് ലോഞ്ചിങ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്ലസ് 100 ഫ്രാഞ്ചൈസീസ് മിനിമം ഒരു 25 സർവീസ് പ്രൊവൈഡർ അടങ്ങുന്ന ഒരു വലിയൊരു ബെൽറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തു വരുന്നത്. സോ അതിലേക്ക് ഇപ്പൊ ഫ്രാഞ്ചൈസി എടുത്ത് അസോസിയേറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം നേടിയെടുക്കാനും പറ്റും. നമ്മൾ ലോഞ്ചിങ് ടൈം ആകുമ്പോഴേക്കും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാവാനും കഴിയും. അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് 3 മാസം മുന്നേ നമുക്കില്ലാത്ത പ്രൊജക്റ്റാണ് ഇപ്പോൾ ഓൾ കേരള നമ്മൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ഇന്ന് ശരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുള്ള 10 വയസ്സിന് മുകളിൽ കുട്ടികളുള്ള ആരും നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ ഇതൊരു വലിയൊരു മാസ് മാർക്കറ്റാണ് അതിലേക്ക് വരുന്നത്. സോ ഫ്രാഞ്ചൈസിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിക്ക് കമ്പനിയുടെ സപ്പോർട്ടോട് കൂടി അവിടെ ടീം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തു കൊടുക്കും. അത് നിയർ ബൈ ഷോപ്പുകളാവാം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർ ചെയ്യുന്നത് മൊബൈൽ ഷോപ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാർ ആക്സസറീസ് ഷോപ്പുകൾ, അതേപോലെ തന്നെ റീചാർജ് ഷോപ്പുകൾ, സ്റ്റുഡിയോസ്, ഇവിടെയെല്ലാം നമ്മുടെ ഏജൻസി അവർ എടുക്കുന്നുണ്ട്. സോ അവിടെ വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് പ്രൊഡക്റ്റ് നോളജ് വേണം. ജസ്റ്റ് എൻക്വയറി വെബ്സൈറ്റിൽ ഇട്ട് അവർ മറന്നു കളഞ്ഞു. നമ്മൾ ലോഡ് ചെയ്യുന്നു, എൻക്വയറി ക്ലോസ് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുന്നു. അതിനുവേണ്ടി മിനിമം 15 years എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇൻഷുറൻസിനും ലോണിനും എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റിനും ടാക്സേഷനും എല്ലാം മിനിമം 15 years എക്സ്പീരിയൻസ്. കാര്യം സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് നല്ലൊരു പാസീവ് ഇൻകം നമുക്ക് കൊടുക്കാൻ പറ്റും, ഓഫർ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളത് പറയുന്നത്. സോ ഫ്രാഞ്ചൈസിക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഫ്രാഞ്ചൈസി സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവർക്കൊരു ആക്റ്റീവ് ഇൻകം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അവർക്ക് ഒരു 50 മെമ്പേഴ്സിന്റെ ടീമിന് നമ്മൾ അവരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ 50 മെമ്പേഴ്സ് വേണ്ട ട്രെയിനിങ്ങുകൾ പ്രോഗ്രാമുകളെല്ലാം കമ്പനി ഡയറക്റ്റാണ് കൊടുക്കുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ സർവീസുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാക്കി മാറ്റും. ആ ടീം ആ ഫ്രാഞ്ചൈസി അണ്ടറിലായിരിക്കും ലൈഫ് ലോങ് വർക്ക് ചെയ്യാം. സോ ഒരു വൺ ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ജോബിന്റെ ഇടയിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് എനക്സ് ഇന്ത്യ. സോ ഇതാണ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയുന്നത്. ഇതിൽ പറഞ്ഞ നമ്മൾ ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് പറയുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് പ്രഷറുള്ള സംഭവമില്ല. പ്രഷറില്ല. ഏത് സാർ ഇപ്പോൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ ഹൈ പ്രഷറാണ്. പിന്നെ ഇൻഷുറൻസ് സെക്ടർ ആണെങ്കിലും പിന്നെ ഫിനാൻസ് സെക്ടർ ആണെങ്കിലും എല്ലാത്തിലും ഭയങ്കര പ്രഷറാണ് ആളുകൾക്ക്. ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രഷർ അറിയാം. അതുപോലെ തന്നെ ലോൺ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഡെയിലി പ്രഷർ കയറ്റിക്കൊണ്ടിരിക്കണം. ഈ പ്രഷറൊക്കെ നമ്മൾ ഒരു അക്യുമുലേറ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. സോ നമ്മുടെ സംബന്ധിച്ചോളം നമ്മൾ ഹൈ വോളിയാണ് ഓരോ ബാങ്കിനും ടേൺ ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ അക്യുമുലേറ്റീവ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണക്കൂട്ടുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ നമുക്ക് അതുകൊണ്ട് പറ്റുന്നുണ്ട്.
നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അക്യുമുലേറ്റഡ് ബിസിനസ് ആണ് വരുന്നത്. അതെ അതെ. സോ നല്ലൊരു ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നോർമലി സാർ ഇപ്പോൾ ഒരു ഏജന്റ് ആണെങ്കിൽ സാർ കൊടുക്കുന്ന കമ്മീഷനെ കൂടുതൽ കമ്മീഷൻ എനിക്ക് ചിലപ്പോൾ തരാൻ പറ്റും. കാരണം അക്യുമുലേഷൻ പ്രോഫിറ്റ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം സർവീസ് ആണ്. നാളെ കസ്റ്റമർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സപ്പോർട്ട്. ഇൻഷുറൻസിൽ ഏറ്റവും കൂടുതൽ വേണ്ട അതാണ്, സപ്പോർട്ടാണ്. അതുകൊണ്ട് സാർ പറഞ്ഞ 15 years എക്സ്പീരിയൻസിന്റെ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ അവർക്ക് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഓരോ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും പെർഫെക്റ്റ്ലായി കസ്റ്റമർ റീച്ച് ഔട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് ഒരു കേവലം 2500 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാവാം, നല്ല രീതിയിൽ ഇൻകം ചെയ്യാം. അത് മാത്രമല്ല, ഇനിയിപ്പോൾ കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ, കുറച്ചും കൂടെ ബിസിനസ് ഒന്ന് മാറി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 25,000 രൂപ കൊടുത്ത് ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുവാനും പറ്റും അല്ലേ? ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് പ്യുവറായി നമ്മൾ അവരെ കറക്റ്റ് ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലാണ് നമ്മൾ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. കാരണം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ അസസ്മെന്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, നാളെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് സെഗ്മെന്റ്. അപ്പോൾ അതിന് പറ്റുന്ന നമ്മളൊരു നോർമൽ ഒരു ഇന്റർവ്യൂ പ്രോസസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് കൊടുത്തു പോകുന്നത്. ലോങ് ടേം ബിസിനസ് ഓപ്പർച്യൂണിറ്റി, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ലോങ് ടേം ആണ്. അതെ, ഈ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിട്ടുള്ള ഒരു എമൗണ്ടും കൂടിയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് ആവട്ടെ, പിന്നെ ബാങ്കിങ് സെക്ടർ ആവട്ടെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയാവട്ടെ, എല്ലാം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന മേഖലകളുമാണ്. സ്കോപ്പിലേക്ക് കൂടുതൽ വേറെ കാര്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യമാണ്. ഇതിൽ അനാവശ്യമുള്ള ഒന്നുമില്ല. ഇല്ല അടിച്ചേൽപ്പിക്കുന്നതായിട്ടൊന്നുമില്ല. എല്ലാ വർഷവും റിന്യൂ ചെയ്തേ പറ്റൂ. അതെ. ലോണുകൾ നമുക്ക് ജീവിതത്തിൽ എടുത്തേ ആവശ്യമാണ്. വീട് വെക്കണം, കാറ് വാങ്ങണം, പേഴ്സണൽ ലോണ് ആവശ്യമാണ്. അതേപോലെ തന്നെ പ്ലേസ്മെന്റ്, മക്കളായി കഴിഞ്ഞാൽ മക്കളുടെ പ്ലേസ്മെന്റ് വേണം. സോ അതുകൊണ്ടാണ് പറയാൻ കാരണം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ട് ആണ്. ഇതിന്റെ അവസാനം പ്രൊഡക്റ്റ് ആണ്. എന്താണ്? നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് പേന വാങ്ങി, ആ പേന വിറ്റു, ആ മഷി കഴിയുന്നവരെ യൂസ് ചെയ്തേ പറ്റൂ അല്ലെ? അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് വാങ്ങി, ആവശ്യമുണ്ടെങ്കിൽ റെപ്യൂട്ടേഷൻ വാങ്ങേണ്ട ആവശ്യം ഇവിടെ അതല്ല. നിർബന്ധമായിട്ടും ഒരു വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെ നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ തേർഡ് സെഗ്മെന്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്, എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് സർവീസ് പ്രൊവൈഡർ ആണ്, ലോൺ സർവീസ് പ്രൊവൈഡർ ആണ്, അസസ്മെന്റ് ടെസ്റ്റ് പ്രൊവൈഡർ ആണ്. ഈ തരത്തിൽ നമ്മൾ സർവീസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഓൾ കേരള നമ്മളിപ്പോ ഇൻവെർട്ടർ ബാറ്ററീസ്, അതേപോലെ സോളാർ സിസ്റ്റംസ് നമ്മൾ വൈഡായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ നമ്മുടെ കൂടെ വരുന്ന പ്രൊമോട്ടേഴ്സ് ജസ്റ്റ് ലീഡ് മാത്രം തന്നാൽ മതി. എന്റെ ഇന്ന ആളുടെ വീട്ടില്, എന്റെ സുഹൃത്തിന്റെ വീട്ടില് സോളാർ വെക്കണം, ജസ്റ്റ് ഡാറ്റ മാത്രം തരിക. അവിടെ പോയി പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് അവർക്ക് ഡെമോ കൊടുത്ത് ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ഫുൾ കമ്മിറ്റ്മെന്റ് കമ്പനിക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് കമ്പനിക്കുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യും. അതിന്റെ സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ സാർ എൻക്വയറി പ്ലേസ് ചെയ്തു, ഇൻഷുറൻസ് ആവാം, ഏതും ആവാം. സാർ എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് സാർ എന്നെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. സാർ ലോഗിൻ ഐ ഡി കയറി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആണോ, കംപ്ലീറ്റഡ് ആണോ, റിജക്റ്റഡ് ആണോ അതിന് കാണാൻ പറ്റും. ഇനി കംപ്ലീറ്റഡ് ആണെങ്കിൽ എത്രയാണോ കമ്മീഷൻ സാർ കാണാൻ പറ്റും. ഇനി റിജക്റ്റഡ് ആണോ, എന്തുകൊണ്ട് റിജക്റ്റഡ് ആയി, റീസൺ സാർക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യം വരുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യം ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു സർവീസ് പ്രൊവൈഡറിലേക്ക് ലേറ്റസ്റ്റ് ആയി കയറി വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സോളാറും ഇൻവെർട്ടർ ബാറ്ററീസും. ഓൾ കേരള നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ട്. സോ ബാറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഓൾ കേരളയുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏകദേശം 1300 ഷോപ്പുകൾ അതിലുണ്ട്. സോ ഈ ഷോപ്പൊക്കെ നമ്മളുമായി കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു എൻക്വയറി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയാണ്, നിയർ ബൈ കമ്മ്യൂണിറ്റി കസ്റ്റമറെ വിളിച്ച് ഡീറ്റെയിൽ ഇത് കൊടുത്ത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഒരു എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഏതെങ്കിലും ആളായിരിക്കും എന്നെ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. ഒരിക്കലും ട്രിവാൻഡ്രത്തുനിന്നോ കാസർഗോഡൊന്നും അല്ല. സാർ ആ ലൊക്കേഷൻ ഓൾറെഡി നമ്മൾ വെബ്സൈറ്റിൽ മാപ്ഡ് ആണ്. തൊട്ടടുത്തുള്ള ഷോറൂമിൽ നിന്നാണ് സാറെ കോൺടാക്ട് ചെയ്യുക. സോ ഈ തരത്തിൽ നമുക്ക് സർവീസ് പ്രൊവൈഡർ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ബിസിനസ് രംഗത്തുള്ള ആളുകൾക്കും ഒരു അവസരമാണ് അവരുടെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി. ഇന്ന് മാർക്കറ്റിൽ പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്തത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്, പക്ഷെ കസ്റ്റമർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ലീഡുകൾ നമ്മൾ അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. കൊടുക്കും. ക്ലോസിംഗ് അവരുടെ കപ്പാസിറ്റി. അതെ.
100%. അതെ, പക്ഷെ ജെന്യൂൻ ലീഡ് ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ലീഡുകളുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നത് ഹോട്ട് ലീഡുകൾ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പൊ അതിന് ദ ബെസ്റ്റ് ഓപ്ഷൻ ഓഫ് റോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ മാത്രമാണ്. നെക്സ്റ്റ് ഒരു വിത്തിൻ 2 months 3 months നമ്മൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റും കൂടി ഇതിനെ കൂടെ അസോസിയേറ്റ് കൊണ്ടുവരുന്നത്. ഇ കൊമേഴ്സ് വന്നാലും ഈ സെയിം സിസ്റ്റം ആണ്. ഏറ്റവും രസം അതാണ്. സാർ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ആണ്. സാർ നമുക്ക് അതിന്റെ പോസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ മാർക്കറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റിയിൽ എൻക്വയറി വന്നാൽ എൻക്വയറി നേരെ സാർക്ക് വരും. സാർ കസ്റ്റമർ പ്രൊഡക്റ്റ് കൊടുക്കുക, അതിന്റെ മാർജിൻ നമ്മളുമായി ഷെയർ. സോ ഈ തരത്തിൽ നമുക്ക് ഏത് സർവീസും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഏണക്സ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത് അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. 2500 രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോട്ടർ ആവാം, 25,000 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ഓണർ ആവാം. ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഇത് എല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സർവീസുകളാണ്. അപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ബിസിനസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ബിസിനസ്സാണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സർ, ഒരുപാട് താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.